എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഉലുവ ഇല കൊണ്ടൊരു പൊറോട്ട ഉണ്ടാക്കാം. ഉലുവ ഇല ഒരു കെട്ട് ഉലുവ ഇല മേടിച്ച് കഴുകി വൃത്തിയാക്കി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് 1.5 കപ്പ് ഗോതമ്പ് പൊടി, അതിനകത്തോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഒരു സവാള അരിഞ്ഞത് ഇത്ര ഒഴിച്ച് ഗോതമ്പ് പൊടിക്കകത്തിട്ട് ആദ്യം ഒന്ന് ഇളക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ എണ്ണ, ഉലുവയുടെ ഇല അരിഞ്ഞു വെച്ചേക്കുന്നത് ഇതിനകത്തിട്ട് മിക്സ് ചെയ്യണം. ഉള്ളിക്കകത്തും ഒരു വെള്ളമയമുണ്ട്, ഉലുവയുടെ ഇലയ്ക്കകത്തും വെള്ളമയമുണ്ട്. അതിനാണ് ആദ്യം ഇങ്ങനെ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യത്തിന് വേണ്ട വെള്ളം, അതായത് 1 കപ്പ് വെള്ളം എടുത്തിട്ട് കുറച്ച് ഒഴിച്ചുണ്ടാക്കണം. ഒറ്റയടിക്ക് വെള്ളം ഒഴിക്കരുത്. ഇപ്പോൾ ഒരു 1/2 കപ്പ് വെള്ളം വേണ്ടി വന്നു ഇതിങ്ങനെ ചെയ്യാനേ. എന്നിട്ട് നമുക്ക് ഇത് കണ്ട ഇപ്പോൾ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 20 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഈ ഗോതമ്പ് പൊടിയൊക്കെ ഒന്ന് കുതിർന്ന് വരാനാണ്. 20 മിനിറ്റ് നേരം ഇവിടെ ഇരിക്കട്ടെ. പിന്നെ നമുക്ക് 20 മിനിറ്റ് ഇപ്പം കഴിഞ്ഞിട്ടുണ്ട്. ഓരോ ഉരുള വീതം എടുത്ത് ചപ്പാത്തി നമുക്ക് ഉണ്ടാക്കാം. ചപ്പാത്തി പോലെ ആദ്യം പരത്തണം. എന്നിട്ട് അതിനകത്തോട്ട് കുറച്ച് നെയ്യ്, അത് നമുക്ക് ഇച്ചിരി നെയ്യ് ഇതിനകത്തോട്ട് ഒഴിക്കാം. അതായത് ഒന്ന് സോഫ്റ്റ് ആകാനും ഒക്കെയാണ്. നെയ്യ് തേച്ച് പിടിപ്പിച്ചിട്ട് വീണ്ടും നമുക്കിത് 4 സൈഡും മടക്കിയെടുക്കാം. എന്നിട്ട് ഇതുപോലെ മടക്കാം. ഒരു അപ്പുറത്തും ഇപ്പുറത്തൊന്നും സൈഡൊന്നും, പിന്നെ താഴേന്ന് മേളിൽ നിന്നും ഇതുപോലെ മടക്കിയിട്ട് വീണ്ടും നമുക്ക് പരത്തിയെടുക്കണം. ഇവിടെ ദോശക്കല്ല് ചൂടായിട്ടുണ്ട്. അതിലോട്ട് ഒരു ശകല എണ്ണമയമോ നെയ്യോ വല്ലതും തേച്ചിട്ട് ഉണ്ടാക്കിയ ഓരോ പൊറോട്ട നമുക്ക് ഇട്ട് അപ്പുറം ഇപ്പുറം വേവിച്ചെടുക്കാം. ചെറിയ തീയിലിട്ട് 2 സൈഡും തിരിച്ചും മറിച്ചും ഇട്ട് ഇതുപോലെ ഉണ്ടാക്കാം. ഇതുപോലെ എല്ലാം ഉണ്ടാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി സെർവ് ചെയ്യാം. ഞാനിവിടെ സെർവ് ചെയ്തത് മല്ലിയിലയുടെ ചട്നിയും തൈരിൻ്റെയും കൂടാണ്. എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം കേട്ടോ. വീഡിയോ കണ്ടതിന് താങ്ക് യു.